ഹായ്, എൻ്റെ പേര് ഫജാസ് എന്നാണ്. ചില ആൾക്കാരെന്നെ ഫജു എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടുന്ന കുറച്ച് സുഖമൊക്കെ കിട്ടുന്നൊരു പരിപാടിയാണ്. അപ്പുറത്തെ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പം എത്തി നോക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം. അത് നല്ല സുഖമുള്ളൊരു പരിപാടിയാണ്. സോ ആ സുഖം എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ സ്റ്റാൻഡപ്പ് ഇഷ്ടപ്പെടും. സോ ഞാനിത് പറയാൻ വേണ്ടി പോകുന്ന ഒരു പണിയെടുക്കാത്ത എൻ്റെ കുടുംബത്തിൽ കുറേ പ്രത്യേകതരം കാഴ്ചകളാണ്. ആദ്യം തന്നെ എൻ്റെ ഉപ്പയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കല്യാണം കഴിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഒരു തറവാടിത്തം ഉള്ള കുടുംബത്തിന് കല്യാണം കഴിക്കണം. അങ്ങനെ ഉപ്പ അന്വേഷിച്ച് ഒരു തറവാടിത്തമുള്ള കുടുംബത്തിലെത്തി. ഒരു ഉമ്മ, 2 പെൺമക്കൾ. അതിൽ മൂത്ത പെണ്ണിനെയാണ് എൻ്റെ ഉപ്പ കല്യാണം ഉറപ്പിച്ചേക്കുന്നത്. അങ്ങനെ എൻ്റെ ഉപ്പ കല്യാണം ഉറപ്പിച്ചു. കല്യാണം നടക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്നൊരു കാഴ്ചയുണ്ട്. രാവിലെ ഉച്ചക്കൊക്കെ തീറ്റ മത്സരമാണ്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ തെണ്ടിത്തിരിഞ്ഞും കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞ് നടക്കും. രാത്രി ഒരു 12 മണിക്കൊക്കെ താലി കെട്ടും. അപ്പോൾ ചുമ്മാ താലി കെട്ടെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലേ കല്യാണം പൂർത്തിയാവും. അപ്പോൾ അങ്ങനെ എൻ്റെ ഉപ്പയുടെ കല്യാണം ഏകദേശം ഒരു 11-11:30 മണി ആ ഒരു സമയമായി. താലി കെട്ടാൻ വേണ്ടി പോകുന്ന ദാറ്റ് മൊമെന്റ് കറണ്ട് അങ്ങ് പോയി. പിന്നെ 2 മിനിറ്റ് ഉന്തുന്നുള്ളൊക്കെ ആയി. അപ്പോൾ കറണ്ട് വന്ന സമയത്താണ് മനസ്സിലാക്കിയത് കഴുത്ത് മാറി നേരെ പെണ്ണിൻ്റെ അനിയത്തിയുടെ കഴുത്തിലെ താലി കെട്ടി. അപ്പം എന്നെ കണ്ടു നിന്ന ആൾക്കാർ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ പെണ്ണിൻ്റെ ഉമ്മ വന്നിട്ട് പറഞ്ഞു, പടച്ച തമ്പുരൻ ആള് മാറിയില്ലേ, കുഴപ്പമില്ല മോനൊരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് തൽക്കാലം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും, സന്തോഷമായിട്ട് ജീവിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണില്ലേ ആദ്യത്തെ എന്നെ ഒളിച്ചോടി പോയി. അപ്പോൾ ഉപ്പിങ്ങനെ രാവിലെ ഇങ്ങനെ വിഷമിച്ച് മനന്നൊന്നിരിക്കുക. അയ്യോ കെട്ടിയ പെണ്ണങ്ങ് ഒളിച്ചോടി പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും ആ പെണ്ണിൻ്റെ ഉമ്മയുടെ എൻട്രി. എന്നിട്ട് പറഞ്ഞു, മോനെ ഒളിച്ചോടി പോയല്ലേ, സാരില്ല, നിന്റെ തെറ്റല്ലല്ലോ, മൂത്ത മോളെയാണല്ലോ നീ കെട്ടാൻ ഉദ്ദേശിച്ചത്, ആള് മാറിയതാണല്ലോ, നീ മൂത്തതിനെ തന്നെ അങ്ങ് കെട്ടിക്കോന്ന്. അങ്ങനെ ഇപ്പം മൂത്തതിനെയും കെട്ടി. അപ്പോൾ അതാണ് കറക്റ്റ് തറവാടിത്തുള്ള കുട്ടി. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒളിച്ചോടി പോയ. അങ്ങനെ 2 പെണ്ണ് ഒളിച്ചോടി പോയി. ഇങ്ങനെ മനന്നൊന്ന് വിഷമിച്ചിരിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കണം, തറവാടിത്തമുള്ള പെണ്ണിനെ കെട്ടാന്ന് വിചാരിച്ച് ഒന്നിനെ കെട്ടി അത് ഒളിച്ചോടി, അതിൻ്റെ ചേച്ചിനെ കെട്ടി അത് ഒളിച്ചോടി പോയി. അങ്ങനെ 2 പോയ വിഷമത്തിൽ മനന്നൊന്നിരിക്കുമ്പം വീണ്ടും ആ ഉമ്മയുടെ എൻട്രി. എന്നിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഞാൻ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം, ചിലപ്പോൾ അതായിരിക്കും ദൈവത്തിൻ്റെ ഒരു ഏതെന്ന്. അപ്പോൾ ഉപ്പ ഉമ്മയുടെ മുമ്പിൽ ആ മുണ്ട് അഴിച്ചിട്ടിട്ട് മുണ്ട് താഴ്ത്തിയിട്ടിട്ട് കൈകൂപ്പിയിട്ട് പറഞ്ഞു, എനിക്കിനി കല്യാണം വേണ്ട, ഞാനിനി കെട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും പട്ടിക്ക് കന്നിമാസം ആകുമ്പോൾ അതിൻ്റെ തനി സ്വഭാവം പുറത്തു വരുന്നില്ല പറയാ. ഒരു നിവർത്തി ഉണ്ടായിരുന്നില്ല, ഉപ്പക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. പക്ഷെ ഉപ്പ തറവാടിത്തുള്ള വീട്ടിൽ നിന്ന് കെട്ടിയില്ല, ആലോചിച്ച് നല്ലൊന്നിനെ തന്നെ കെട്ടി. അതാണ് എൻ്റെ ശരിക്കുള്ള മൈ മോം. ഓക്കെ, 2 പേരും ഒരു തീരുമാനം എടുത്തു, ഒരു 4-5 വർഷത്തേക്ക് കുട്ടികളൊന്നും വേണ്ട. പക്ഷെ മഴ ചതിച്ച് വളരെ പെട്ടെന്ന് തന്നെ 3 എണ്ണത്തിനുമ്പോൾ ടപ്പേന്ന് പറഞ്ഞ് പറ്റിട്ടു. മൂത്തതെൻ്റെ ഇക്കാക്കിയാ, ഒരു കാര്യമില്ല. ലാസ്റ്റത് ഞാനാണ് കുറച്ചുകൂടെ മികച്ചത് കുടുംബത്തിൽ. അതിൽ നടുക്കൊരു സാധനമുണ്ട്, എൻ്റെ ഇത്താത്ത ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും സംശയം ഉമ്മ എന്നെയാണോ പെറ്റേന്ന്. കാരണം നമ്മൾ ഓൺലൈനിൽ നിന്നൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം ഒരു ബന്ധം ഉണ്ടാവില്ല. ഉമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉമ്മ എക്സ്പേർട്ടാണ്. ഫുഡ് ഉണ്ടാക്കാനല്ല കേട്ടാ, പ്രസവിക്കാൻ. കാരണം നമ്മൾ കടയിലൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പോയില്ലേ, അതേപോലെയാണ് എൻ്റെ ഉമ്മ പ്രസവിക്കാൻ പോവുക. ഒരു ദിവസം ഉമ്മ പ്രസവിക്കാൻ വേണ്ടി പുറത്തോട്ടിറങ്ങുമ്പം വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വന്നു. എന്തിനാ വന്നേ, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇരിക്കാന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പം അങ്ങനെ ഉമ്മ പറഞ്ഞത്, നിങ്ങളൊരു 5 മിനിറ്റ് അവിടെ സംസാരിച്ചിരിക്കും, ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് പ്രസവിച്ചിട്ട് വരാം. ഇത്താത്തയുടെ കാര്യം ഡിഫറെൻറ്റാണ്. ന്യൂ ജനറേഷൻ ആണല്ലോ. ഗർഭിണിയായ അന്ന് തൊട്ടുള്ള 10 മാസത്തെ ജൈത്രയാത്ര മുഴുവൻ യൂട്യൂബിൽ വ്ളോഗ് ചെയ്തിട്ട് നാട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ അറിയിച്ചു. അതും പോരാണ്ട് 10-ാം തീയതി 6 മണിക്കും 6:10 എൻ്റെ ശുഭപ്രസവം, എല്ലാവരും വരണം എന്ന് പറഞ്ഞ് ക്ഷണക്കത്തും കൊടുത്ത് പ്രസവിക്കാൻ പോയ ആളാണ്. ഡിഫറെൻ്റാണ്. ഇനി മികച്ച വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ ഞാൻ പരിചയപ്പെടുത്തരാം. ഈ നിധിക്ക് ഭൂതത്തെ പോലെ കാക്കുന്ന ഒരാളുണ്ട് എൻ്റെ തറവാട്ടിൽ, എൻ്റെ ഉമ്മൂമ്മ, എൻ്റെ ഉമ്മയുടെ ഉമ്മ. ഈ നിധി എന്ന് പറയുന്ന സ്വത്താ. ഓക്കെ, അപ്പോൾ ഉമ്മൂമ്മ ജസ്റ്റ് ഒന്ന് തുമ്മിയാൽ മതി, മക്കളൊക്കെ ഓടി അങ്ങോട്ട് ചെല്ലും. അത് ഉമ്മൂമ്മട്ടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, സ്വത്ത് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷെ ഉമ്മൂമ്മ ചത്താലും മക്കൾക്ക് സ്വത്ത് കൊടുക്കൂല. അപ്പം എല്ലാ മാസവും 1-ാം തീയതി ബീവറേജ് അവധിയാന്ന് പറഞ്ഞ പോലെ എല്ലാ മാസവും എൻ്റെ കുടുംബത്തിൽ സ്വത്തിന് വേണ്ടി അടി നടക്കാറുണ്ട്. അപ്പോൾ ഈ നശിച്ച കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടില്ല. കാരണം ഞാനാകെ ഇത്രയേ ഉള്ളൂ, എന്നെ വളരെ ഇവൻ അനുവദിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉമ്മയോട് പോയിട്ട് പറഞ്ഞു, ഉമ്മ ഞാനൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഉമ്മ ഇങ്ങനെ 2 മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു, നീ ബിസിനസ് കൊള്ളാം, നീ തുടങ്ങിക്കോ. പണ്ട് ഉമ്മൂമ്മയും ഉപ്പൂപ്പയും ഒരു ബിസിനസ് തുടങ്ങിയായിരുന്നു, അങ്ങനത്തെ ബിസിനസ് തുടങ്ങരുതെന്നും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉപ്പൂപ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉപ്പൂപ്പ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കില്ല, പക്ഷെ 14 മക്കളുണ്ടേ. എനിക്കും അറിയില്ല എന്താ സംഭവം, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഉമ്മൂമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉമ്മൂമ്മ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് മടുക്കുക. അപ്പോൾ നേരെ ഉപ്പൂപ്പയോട് പോയിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു പണി കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ കഞ്ഞി പോകുകയില്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്തെങ്കിലും ബിസിനസ് തുടങ്ങാം. അപ്പോൾ ഉപ്പൂപ്പ പറഞ്ഞു, തുടങ്ങാം, തടി അനങ്ങാത്ത വല്ല ബിസിനസ് ഉണ്ടെങ്കിൽ നീ തുടങ്ങിക്കോ, ഞാൻ വെറുതെ ഇരുന്നോളാം.
അങ്ങനെ ഉമ്മൂമ്മ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്തു. വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ഉമ്മൂമ്മ എന്ത് ചെയ്തു, വലിയൊരു പേപ്പറിൽ സാധനങ്ങളും സാധനത്തിൻ്റെ വിലയൊക്കെ എഴുതി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ചു. ആരുടെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ കച്ചവടം നടക്കാൻ തുടങ്ങി. അപ്പോൾ ലാഭം കിട്ടിയപ്പോൾ ഉമ്മൂമ്മ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി. ഉപ്പൂപ്പയോട് പറഞ്ഞു, ഞാനൊന്ന് പുറത്തു പോവാം, ആരെങ്കിലും വന്ന് സാധനത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ വാടകയ്ക്ക് പോയ സാധനമാണെങ്കിൽ വാടകയ്ക്ക് പോയി എന്ന് പറ, ഇല്ലാത്ത സാധനമാണെങ്കിലും ഇല്ല വാടകയ്ക്ക് പോയി എന്ന് പറ, വേണമെങ്കിൽ നമുക്ക് നാളെ വാങ്ങിച്ചു കൊടുക്കാം, ബിസിനസ് നശിപ്പിക്കരുത് മനുഷ്യ എന്ന് പറഞ്ഞ് ഉമ്മൂമ്മ പുറത്തോട്ട് പോയി. ഒരു പണിയെടുക്കാത്ത ഉപ്പൂപ്പയാ, ചെവിയിലൊന്നും കയറത്തില്ല. ഒരാൾ വന്നിട്ട് ചോദിച്ചു, ചേട്ടാ പാരയുണ്ടാ? ആ ഉണ്ടായിരുന്നു, ഇപ്പം വാടകയ്ക്ക് പോയിരിക്കുക, രാവിലെ വന്നാൽ കിട്ടും. വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ചേട്ടാ അർബാന ഉണ്ടാ? ആ ഉണ്ടായിരുന്നു, ഇപ്പം വാടകയ്ക്ക് പോയിരിക്കുക, രാവിലെ വന്നാൽ കിട്ടുമെന്ന്. വേറൊരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഉമ്മൂമ്മ ഉണ്ടോ? ഇപ്പം വാടകയ്ക്ക് പോയിരിക്കടാ മോനെ, രാവിലെ വന്നാൽ തരാം. എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ കഞ്ചാവ് അടിക്കാണ്ട് കിളി പോയ ആൾക്കാരാണ്. എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഞാൻ അവിടെ എന്തിനാണ് ജനിച്ചത്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഞാനാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും സ്മാർട്ട്. വേറെ ലെവൽ. ഞാൻ ആരെക്കുറിച്ച് കുറ്റം പറയാറില്ല കേട്ടോ, സത്യം കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ നല്ലല്ലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ രമേശ് ചേട്ടാ? എനിക്ക് ഇതുപോലത്തെ ഒരു വേദി കുറ്റം പറയാൻ നല്ലത് പറയാൻ വേണ്ടി ഒരുക്കി തന്ന വൺസ് അപ്പോൺ ടൈമിന് എൻ്റെ നന്ദി. താങ്ക് യു.